മുസ്തഫയുടെ ചായയ്ക്ക് ഗുണവും രുചിയും മാത്രമല്ല, മിമിക്രിയുടെയും സംഗീതത്തിൻ്റെയും മേമ്പൊടി കൂടിയുണ്ട്. പെരുമ്പടപ്പ് സെലക്ട് ഹോട്ടലിൽ ചായ കുടിക്കാൻ വരുന്നവർക്കാണ് മുസ്തഫ ചായയുടെ രുചിക്കൊപ്പം കലാവൈഭവം കൂടി സമ്മാനമായി നൽകുന്നത്. ഒടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി, ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ച കാരണം നിന്നെ പിരിഞ്ഞന്ന് പോയില്ലേടി, ഇന്നു നിന്റെ വീട്ടിൽ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി. രുചിയും മണവും ഗുണവും ചേർന്നൊരു ചായ, അതോടൊപ്പം പാട്ടും മിമിക്രിയും. മുസ്തഫയുടെ ചായ വേറെ വൈബാണെന്നാണ് സംസാരം. പാലപ്പെട്ടി സ്വദേശി ചാലിയിൽ മുസ്തഫ 18 വർഷമായി പുത്തൻപള്ളിയിലെ സെലക്ട് ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. സെലക്ട് ഹോട്ടലിൽ ചായ കുടിക്കാൻ എത്തുന്നവരിൽ മുസ്തഫയുടെ മൂളിപ്പാട്ട് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അടുത്ത കാലത്ത് പുത്തൻപള്ളിയിൽ സൈബർ മീഡിയയുടെ പരിപാടിയിൽ സ്റ്റേജിൽ മിമിക്രിയും പാട്ടും അവതരിപ്പിച്ച് പെരുമ്പരപ്പുകാരുടെ മനം കവർന്നിരിക്കുകയാണ് ഇപ്പോൾ മുസ്തഫ. കലാഭവൻ മണിയുടെ കട്ട ആരാധകനാണ് ഇയാൾ. ഇവിടെ 18 വർഷമായിട്ട് ചായപ്പണിയാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, അത് മറക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്ത റംസാദ് സൈബർ മീഡിയ എന്ന് പറഞ്ഞ ആൾ, റഫീഖ് പട്ടേരി, അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ചെറിയ മിമിക്രി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളെ ജോലി സംബന്ധമായിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും വേണമെങ്കിൽ ഇപ്പോൾ 2 സൗണ്ട് ഞാൻ ഇവിടേക്ക് വേണ്ടി എടുക്കാം. നമ്മളെ കുതിരവട്ടു സാറിന് ഒരു പപ്പുവിനെ ഒരു തീവണ്ടി ഉണ്ടെങ്കിൽ എങ്ങനെ ഓടുമെന്ന് കാണാം. പിന്നെ അടുത്തതായിട്ട് MS തൃപ്പുനിത്തറയുടെ ഒരു സൗണ്ടാണ്. അദ്ദേഹം ഒരു രഹസ്യം പറയണതാണ്. മിസ്റ്റർ മേനോൻ, തന്നോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. എടോ, ഇന്നലെ ഞാൻ അവരെ കണ്ടിരുന്നു, എന്താണ് തന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് ജനാർദ്ദൻ, എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. എടോ, ഇന്നലെ തന്നെ അവരെ ഞാൻ കണ്ടു, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. പഞ്ചായത്ത് മേളകളിൽ 6 തവണ മിമിക്രിക്കും 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ തുടർന്നങ്ങോട്ട് ജോലി തിരക്ക് കാരണം മിമിക്രിയിൽ കഴിവ് തെളിയിക്കാനായില്ല. 15 വർഷം ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്തത്. 2006 മുസ്തഫ സെലക്ട് ഹോട്ടലിൽ ചായ അടിക്കാൻ എത്തുന്നത്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നതാണ് മുസ്തഫയുടെ ചെറിയ കുടുംബം. മുസ്തഫയുടെ ചായ എന്ന് വെച്ചാൽ, ഇവിടെ സ്ഥിരം വരുന്ന ആളാണെങ്കിൽ ആ ആളെ കണ്ടാൽ അയാൾ സ്റ്റേഷനനുസരിച്ച് ചായ ഒഴിക്കുന്നതാണ്. നല്ല ചായ, നല്ല പുറത്തൊക്കെ നല്ല അഭിപ്രായമാണ്. ഓരോരുത്തരെ നോക്കിയിട്ടാണ് ചായ കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അത് തന്നെ പറഞ്ഞത്. ഒരാൾ സ്ഥിരം ഇവിടെ വരുന്ന ഒരു കസ്റ്റമറാണെങ്കിൽ ആളെ കണ്ടാൽ അയാൾ ടേസ്റ്റിനനുസരിച്ച് ചായ ഒഴിക്കും, പറയൊന്നും വേണ്ട. അതാണ് പ്രത്യേകത. മുസ്തഫയുടെ ചായ കുഴപ്പമൊന്നുമില്ല, നല്ല ചായയാണ്, നല്ല സ്ട്രോങ്, നല്ല അടിപൊളി ചായയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. മുസ്തഫയുടെ ചായ നന്നായി കൊണ്ടുതന്നെ ആൾക്കാർ വരുന്നത്. കച്ചവടം എവിടെയും കിട്ടും, എവിടെയും ചായ നന്നായി കൊടുക്കുക, അവിടെയാണ് കച്ചവടം വരിക. അത് സാധാരണ എല്ലാ ഹോട്ടലിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ മുത്തുവിൻ്റെ അവിടെ പ്രത്യേകതയാണ് ഈ ഹോട്ടലിൽ. ചായ മുസ്തഫയുടെ അടിപൊളി നല്ല ചായയാണ്, അതുകൊണ്ടാണ് ഈ ആൾക്കാർ വരുന്നത്. ഇവിടെ തൊഴിലാളി മുതലാളി എന്നുള്ളൊരു രീതിയിലൊന്നല്ല പ്രവർത്തിക്കുന്നത്. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ മുസ്തഫയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 18 വർഷത്തോളമായി നമ്മളെടുത്ത് ജോലി ചെയ്യണു. നല്ല ആത്മാർത്ഥതയുള്ള പണിക്കാരനാണ്, കാര്യത്തിലൊരു സംശയവുമില്ല. ചായ അടിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല പറ്റുന്ന സേവനം, എല്ലാ മേഖലയിലും എത്തും. പിന്നെ ഒരു കലാകാരനും കൂടിയിട്ടാണ്.